ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഒരു സ്റ്റിക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ ഹെയർ ടിപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനത്തേക്ക് പുട്ടിന് വരുന്ന എന്തെങ്കിലുമൊക്കെ കാണും. അത് വെച്ച് ഉണ്ടാക്കാം. ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ടേപ്പ് എടുക്കുക. അതിൻ്റെ അളവ് നമുക്ക് നോക്കണം. ഫസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ അളവിന് നിങ്ങൾ ഒട്ടിച്ച് കൊടുക്കുക. ഇതിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഏതളവാണോ അതെടുക്കാം. നമുക്ക് കീറി എടുക്കാം. കീറിയൊക്കെ ഇച്ചിരി പാടൊക്കെ കാണും. നമുക്ക് കുഴപ്പമില്ലാതാക്കാം. പുറകിൽ ഒരിക്കലും കീറാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കർ അപ്പം ഒട്ടിച്ചിട്ട് അപ്പം കീറേണ്ടതാണ് പുറകിലത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുറകിൽ നമുക്ക് ആവശ്യമുള്ള ഇങ്ങനെ കീറി ഒട്ടിക്കാം. നമുക്കപ്പം ചെയ്തിട്ട് കാണാം ഗായ്സ്. അപ്പം ഞാൻ അങ്ങനെ ഒരെണ്ണം ചെയ്തെടുത്ത് നമുക്ക് ഒട്ടിക്കുന്നതിനൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പം നമുക്ക് അടുത്തതും കൂടി ഒന്ന് ചെയ്യാം ഗായ്സ്. കത്രികയാണെങ്കിലും മതി, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം പിച്ചാത്തി വെച്ച് മുറിച്ചത് ഗായ്സ്. അപ്പം ഞാൻ അങ്ങനെ രണ്ടും ചെയ്ത് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ ഗായ്സ്, അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ് പൊളിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് പൊളിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇങ്ങനെ ആക്കിയാൽ മതി. പുറത്ത് പൊളിഞ്ഞു. ഫ്രണ്ടിൽ ഇതാണ്. ഇനി നമുക്കിത് ആവശ്യമുള്ള സ്ഥലം ഏതാണോ അത് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒട്ടിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ചു തരാം. കുട്ടികൾക്ക് നല്ലോണം ഒട്ടിയത് ഡബിൾ സെലോ ടേപ്പ് അങ്ങനെയൊന്നല്ലേ ഏതാ പേര്, വൈറ്റ് കളറുള്ള ഈ ടേപ്പ് അതാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞ് നമുക്കെടുത്ത് ഒട്ടിക്കാം. ഓക്കെ, നല്ലോണം കാണിച്ചു തരാം. ഇത് ഞാൻ നല്ലോണം ഞാൻ എന്തോ എഴുതിയെന്ന് വായിച്ചു തരാം. മൈ ക്രാഫ്റ്റ് ലവർ നല്ലോണം എഴുതാൻ വേണ്ടി ഒരു മാസം എടുത്തിട്ടുണ്ട്. ഒരു മുടി തുറന്നേ കടിച്ചു തുറക്കല്ല കേട്ടാ. കടിച്ചു തുറക്കല്ലത് വീഡിയോ ഞാൻ ഉണ്ടാക്കിയ ബോക്സാട്ടോ. എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഒരു 5 പേരെങ്കിലും കമൻറ്റ് ചെയ്യുക, അല്ല 10 പേരെങ്കിലും കമൻറ്റ് ചെയ്യുക. എനിക്കങ്ങനെ കമൻറ്റൊന്നും കിട്ടിയിട്ടില്ല. അത് 3 അല്ല 4 5 കമൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും എല്ലാ വീഡിയോയിലും കൂടി കൂട്ടിയാൽ എനിക്ക് 4 5 ഏതെങ്കിലും ഒരു വീഡിയോയിൽ മാത്രം 2 വീഡിയോ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്ക് ഇടുവാണെങ്കിൽ എന്താണ് ശരിക്കും ഇഷ്ടമാണ്. നമുക്കിപ്പോൾ ഞാൻ ഇവിടെ ഇട്ട സ്ഥലത്ത് നമുക്കൊരു കുഞ്ഞ് ബ്ലാക്ക് വെച്ച് ഒരു കുഞ്ഞ് ഇത് കൊടുക്കാൻ കഴിയും. ഒരു ഇതിന് വേണ്ടിയാട്ടോ. ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കണ്ട. അവിടെ സ്റ്റിക്കറിൻ്റെ മാർക്ക് പോലെയൊക്കെ ആയിക്കോട്ടെ വിചാരിക്കാം. ഇത് നിങ്ങളെ കാണിച്ചാൽ വായിക്കാൻ പറ്റൂലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടോ, ചിലപ്പോൾ വായിക്കാൻ പറ്റില്ലായിരിക്കും. ക്യാമറയെ കാണുമ്പോൾ ഓപ്പോസിറ്റ് പോലെ തോന്നുമല്ലോ.
ശരി ഡിസൈനൊക്കെ കൊടുക്കുക. എൻ്റെ അനിയത്തി അപ്പുറത്തിരുന്ന് ഡ്രോയിങ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബറിനെ അറിയാമോ? ക്യൂട്ടി പൈ സപ്പോസ്. അവളെ എൻ്റെ അപ്പുറത്തുള്ള ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് അവള്. എനിക്ക് അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അവൾ തുടങ്ങിയത്. അവൾക്കിപ്പോൾ 10 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവൾ എനിക്കൊരു ഗിവ് അവേ തന്നിട്ടുണ്ട്. പക്ഷേ ആയിരത്തി പറയാതെ ആ ഗിവ് അവേ യൂട്യൂബിൽ പോലും പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു ഗിവ് അവേക്ക് ഒരു ലോങ് വീഡിയോ ഇട്ടതാണ് നിങ്ങൾക്ക് വേണ്ടി. അത് പറ്റിയില്ല. എനിക്ക് ലാസ്റ്റ് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ഫീവറൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വേറെ വലിയൊരു ഗിവ് അവേ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും തരാതെ. അതുകൊണ്ടാണ് ഞാൻ പാർട്ട് 1 ഡിലീറ്റ് ആക്കുന്നില്ല. എന്തായാലും ഒരു ലോങ് വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇപ്പം ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറയുന്നുമില്ല ആരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടാത്തത്. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇതാക്കാം. ഒരു കുഞ്ഞ് ഡിസൈനൊക്കെ കൊടുത്തു വരാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലും കൊടുക്കാൻ ഇച്ചിരി ഡിസൈനൊക്കെ. ഒരു റോസപ്പ് വരക്കാം. എനിക്കിത് കേടാക്കാനേ അറിയത്തുള്ളൂ എന്ന് ചോദിക്കാല്ല. നേരാക്കും. ഇത് ശരിക്കും കാണുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലതായിട്ട് വൈറ്റൊക്കെ തോന്നുന്നത് എത്ര മറ്റൊന്നും പറ്റത്തില്ല. അതിൻ്റെ ഒരു കുറവുണ്ട് ഇതിന് ഈ ബോക്സിന്. ഞാൻ ഒരു റീലിട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പം എനിക്ക് 60 സബ്സ്ക്രൈബ് ആയപ്പോൾ ഇല്ലേ ഗൈസ്, എനിക്കിപ്പോൾ ഒത്തിരി വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ കടിൽ ക്ലൗഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഉണ്ട്. ആ യൂട്യൂബേഴ്സിൻ്റെ പേര് ഞാൻ പറയാം. കടിൽ ക്ലൗഡ്, ടിയ അദ്വൈതകുളം, പിന്നെ ക്യൂട്ടി പൈ സപ്പോസ്, പിന്നെ മിൻഷാസ് വേൾഡ്, പിന്നെ പുള്ളോത്തി ഭയങ്കര എനിക്കിഷ്ടമാണ് പുള്ളോത്തി. അത് കഴിഞ്ഞ് ഒരാളുണ്ടായിരുന്നു ദേവൂതിയ, കടിൽ ക്ലൗഡും പിന്നെ ഷാജീസ്, അങ്ങനെ എന്തോ ഒരു കടിൽ ക്ലൗഡിനെ പോലത്തെ ഒരു ഇതുണ്ടല്ലോ. അത് കാണുമെങ്കിൽ മനസ്സിലാവും. മറ്റേ ക്ലോക്കൊക്കെ ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെയാണ് മൈ ഫേവറേറ്റ് യൂട്യൂബേഴ്സ്. എൻ്റെ എപ്പോഴും കാണാറുള്ളത് ഉള്ളോത്തി. ഞാൻ കൂടുതലും കാണുന്നത് മറ്റേ ഗോസ്റ്റ് എമൗണ്ട് വീഡിയോ അങ്ങനെ എന്തെങ്കിലും അത് ഞാൻ ഇപ്പോൾ ഒത്തിരി കാണുന്നുണ്ട്. പിന്നെ ചട്ടമ്പി, അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇപ്പോൾ കണ്ടിട്ട് വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞേക്കാണ്. എൻ്റെ ആ സപ്പു പറഞ്ഞായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ്ട, നാളെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ സപ്പു പറഞ്ഞ് 2 സൈഡും കെട്ടുന്നത് നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ 2 സൈഡും കെട്ടിയതാണ്. ഇഷ്ടപ്പെടാത്ത ഒന്നും ഇല്ല ഈ ലോകത്ത്. നിങ്ങൾക്ക് ജസ്റ്റ് യാസീൻ അറിയാവും. അത് ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഈ യൂട്യൂബറാണ്. അത് എൻ്റെ ഫേവറേറ്റാണ്. ഇതാണ് എൻ്റെ ബോക്സിൻ്റെ അവസ്ഥ. കണ്ടോ, ഞാൻ ശരിക്കും എനിക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാകും. ഞാൻ ഇങ്ങനെ തിരിച്ച് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, ഇങ്ങനെ എഴുതിയേക്കുന്നത് പോലെ. പക്ഷേ ഇവിടെ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. എന്താണെന്നറിയാവോ ഗൈസ്, നിങ്ങൾക്ക് നല്ലോണം വായിക്കാൻ എന്തായാലും പറ്റില്ല. എന്നെ ഇപ്പോൾ വരച്ചത് ഇതാട്ടോ. എൻ്റെ ഇതിൻ്റെ അകത്ത് ഒത്തിരി സാധനങ്ങൾ വരുന്നതായിരിക്കും. ഇനി എൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിന് എന്തെങ്കിലും കൊടുക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ടാറ്റാ.